സോറി ഞാൻ അതിൻ്റെ ടെൻഷനിലായിരുന്നു. സൂപ്പർ സൂപ്പർ. ലക്ഷ്മി മോളെ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ചാനൽ വാച്ചവർ കയറി സഹായിച്ച എന്താ പറയുക, ചാനൽ മോട്ടേഴ്സ് ആയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞാൻ അതിൻ്റെ ഷോക്കിലായിരുന്നു മോളെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ പ്രോസസ്സ് മോട്ടൈസേഷൻ പ്രോസസ്സ് ചെയ്തതിൽ 2 മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് മോട്ടൈസ് ആവുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ചാനലിൽ വേഗമായിരുന്നു എനിക്കൊരു വീഡിയോ വൈറലായി, എനിക്ക് പെട്ടെന്ന് മോട്ടൈസേഷൻ ആയത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊന്നും അറിഞ്ഞൂടാതെ ചെയ്തതായിരുന്നു. 2 തെറ്റിപ്പോയി. അങ്ങനെ പിന്നെ അത് എല്ലാം ക്ലിയർ ചെയ്ത് എടുത്തും ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറേ നാൾ ലൈവും ചേരുന്നത് കേട്ടോ. മാനസികമായിട്ട് ആകെ തകർന്ന ദിവസങ്ങളായിരുന്നു അത്. കാരണം എല്ലാവർക്കും മോണിറ്റൈസേഷൻ വരുമ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും. ഞാൻ ആകെ തകർന്നൊരവസ്ഥയിലായിരുന്നു. കാരണം എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആ ഒരു പ്രോസസ്സൊക്കെ തെറ്റായതുകൊണ്ട് 1-2 മിസ്റ്റേക്കുകൾ ഇനി പറ്റി. അത് ഞാൻ വീഡിയോ നോക്കി പഠിക്കാൻ സമയം കിട്ടില്ല. പെട്ടെന്നായിരുന്നു എനിക്ക് വാച്ചർ കംപ്ലീറ്റ് ആയത്. സുഖമാണോ ആൽബിൻ? സുഖമാണോ ചോദിക്കുന്നു. സുഖം. കൺഗ്രാസ് പറഞ്ഞിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട്. നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. ടെൻഷൻ അടിക്കണമൊക്കെ സെറ്റാവും. അങ്ങനെ ഞാൻ അതെ എനിക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനാണ് കേട്ടോ. ഞാൻ ഷോക്കായിപ്പോയി. പെട്ടെന്ന് വീഡിയോ വൈറലായത്, അതിൻ്റെ ഒരു ഷോക്ക് വേറെ. 81K കഴിഞ്ഞു വീഡിയോ ഇപ്പോൾ തന്നെ. എനിക്ക് വേണ്ടത് 1500 മണിക്കൂറായിരുന്നു. ആ വീഡിയോ തന്നെ എനിക്ക് 3500 മണിക്കൂർ ഓൾറെഡി കിട്ടി. 4000 ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ലക്ഷ്മി കൺഗ്രാസ് പറയുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ആകെ ഒരു മത്ത് പിടിച്ച അവസ്ഥയിലായിപ്പോയി. അങ്ങനെ BP കയറി ഒരു നോർമൽ ഇല്ലാത്ത അവസ്ഥയിൽ പെയ്ഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് നല്ല റേറ്റ് എല്ലാവർക്കും. പിന്നെ ഞാൻ തനിയെ ചെയ്ത് പൊട്ടത്തരാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു പരുവത്തിലാക്കി ഇരിക്കുവാണ്. വിജയകുമാർ ഹാൻഡി പറഞ്ഞു ഹായ് വിജയകുമാർ ലൈവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഗോഡ് ഈസ് ഹാപ്പി ഫോർ യുവർ മോണിറ്റൈസേഷൻ. താങ്ക് യു. ഞാൻ ഇപ്പോഴും നല്ല സന്തോഷത്തിലല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ID വെരിഫിക്കേഷൻ വന്നാലേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ മിസ്റ്റേക്ക് ആണോ. ഇതുവരെ ഇമെയിൽ ഒന്നും വന്നിട്ടില്ല, മെയിലൊന്നും വന്നിട്ടില്ല എൻ്റെ ഇത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. നിഷ മധു എന്ത് പറഞ്ഞിട്ട് കുഞ്ഞുമ്പോൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ബി ഹാപ്പി വിത്ത് മീ. താങ്ക് യു. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് 2 ദിവസമായി മോട്ടിവേഷൻ ആയിട്ട് ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ആരെ അറിയിക്കായിരുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നാളെ അപ്ലോഡ് ചെയ്യൂ. മോട്ടിവേഷൻ ആയത് എല്ലാവരും അറിയിക്കുന്നത്. അങ്ങനെ നമ്മളെപ്പോലുള്ള അറിവില്ലാത്തവരൊക്കെ കാണിച്ച് മണ്ടത്തരമുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം. ഇപ്പോൾ കുഴപ്പമില്ല, മനസ്സൊക്കെ ഇപ്പോൾ തണുത്ത് വന്നിരിക്കുകയാണ്. കാരണം ഒരു 12 മണി രാത്രി 12 മണിക്കൊക്കെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണത് മാറ്റേണ്ടതെന്നൊക്കെ നെയിമിലൊന്നും തെറ്റിപ്പോയി. നെയിമിൽ തെറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേരാണെങ്കിൽ കടന്നത്. ഞാൻ വിചാരിച്ച ചാനലിൻ്റെ പേരാണ് ഇടേണ്ടിയിരുന്നതെന്ന്. പക്ഷേ ID വെരിഫിക്കേഷന് കൊടുത്ത പേരെന്താണോ അതാണ്, ഞാൻ പാൻ കാർഡാണ് കൊടുത്തിരുന്നത്. അതാണ് ആ പേര് തന്നെ സെയിം ഇതാവണം, മാച്ച് ആവണം എന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് പിന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, വഴിയെ അറിയാം. ഇനി എനിക്ക് $10 ആയതിനു ശേഷം മാത്രമേ ഇനി ID വെരിഫിക്കേഷൻ്റെ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ കാത്തിരിക്കുകയാണ് $10 ആവാൻ. ഇപ്പം വരേണ്ട $1 പോലും ആയിട്ടില്ല. 0.023 എങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ. സെൽവൻ ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം. മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചി ഒരു വട്ടം കണ്ട് ലൈവിൽ ഞാൻ വന്നു അല്ലേ. അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയാണിപ്പോൾ. മോണിറ്റൈസേഷനായി നോർമലായിട്ട് വരുന്നു. അല്ലേ ലൈവ് ഇടണമെന്ന് വിചാരിച്ചല്ല, പിന്നെ കുറേ നാളായില്ലേ നമ്മുടെ ടീമരെ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഇട്ടത്. 2 ലൈക്ക് 48 പേരുണ്ട് നമ്മൾ ലൈവിൽ. 2 ലൈക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവരും വേഗം കമൻസ് ഒക്കെ ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, വലിയ സന്തോഷം അടിക്കാനൊന്നും ആയിട്ടില്ല. കാരണം ഇനി ID വെരിഫിക്കേഷൻ, ടാക്സ് വെരിഫിക്കേഷൻ, പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ നോർമൽ അവസ്ഥയിലാവുള്ളൂ. മോൾ സന്തോഷത്തോടെ ഇരിക്കണം. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ചാനൽ ആദ്യം ഗ്രോ ഒന്നും ഇല്ലാത്ത ചാനലാണ് കേട്ടോ. അങ്ങനെ നല്ല റീച്ചുള്ള ചാനലൊന്നും അല്ല. പക്ഷേ പെട്ടെന്നായിരുന്നു ആ ഒരു വീഡിയോ കയറി വൈറലായത്. അതുകൊണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു മിസ്റ്റേക്ക് അതായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ മോട്ടിവേഷനൊക്കെ നല്ല കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണമെങ്കിൽ പ്ലാനൊക്കെ ഇട്ടിരുന്നതാണ്. ഇപ്പം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. പിന്നെ എല്ലാവരും വന്നിട്ട് പോയോ?